ഹായ് ഓൾ, ഏവർക്കും നോൺ സ്റ്റോപ്പ് പി എസ് സിയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും കഴിഞ്ഞിരിക്കുകയാണ്. തേർഡ് ഫേസ് ജൂൺ ഫസ്റ്റ് വീക്കോടുകൂടി അത് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പല എഴുതിയ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നതും ഇനി എഴുതാനായി പോകുന്നവരും ഏറെക്കുറെ അറിഞ്ഞിരിക്കാൻ ഏറെ താല്പര്യം കാണിക്കുന്ന ഒരു കാര്യം എന്നത് ഈ ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് എപ്പോഴായിരിക്കും എന്നതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന കേരള പി എസ് സിയുടെ കൃത്യമായ എക്സാം കലണ്ടർ പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായി പറ്റുന്നത് പ്രിലിംസ് എക്സാം ഈ ഒരു ജൂൺ മാസത്തോടുകൂടി കഴിയുന്നു. മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റും ഏകദേശം ഒരു ഡേറ്റ് ഓഫ് മന്ത് എന്ന് പറയുന്നത് തന്നിരിക്കുന്നു ഓഗസ്റ്റ് മുതലാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. കാരണം പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓഗസ്റ്റിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെയിൻസിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ രീതിയിൽ പറയാം, ജൂൺ മാസം ഈ ഒരു ആദ്യ ആഴ്ചയോടുകൂടി തേർഡ് ഫേസിനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂലൈ മാസം കൃത്യമായിട്ട്, പ്രത്യേകിച്ച് ജൂലൈ മാസം തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയപ്പെടുന്ന ഇപ്പോൾ നിലവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും നടക്കാനായി പോകുന്ന തേർഡ് ഫേസിൻ്റെ എല്ലാം കൂടി ഒരു ഫൈനൽ റിസൾട്ട്, ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ട് ജൂലൈ മാസത്തോടുകൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തതാണ് പ്രധാനമായിട്ട് ആൻസർ കീ, അതായത് ഫൈനൽ ആൻസർ കീ എപ്പോൾ വരും. അപ്പോൾ നമ്മൾ പല വർഷങ്ങളിൽ വന്നിരുന്ന പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് ഓരോ ഫേസ് എക്സാം കഴിഞ്ഞ് ഒരു 3 ആഴ്ചയുടെ ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ അത് പ്രകാരം ഏകദേശം ഫസ്റ്റ് ഫേസിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ ഫസ്റ്റ് വീക്കോടുകൂടി, കാരണം തേർഡ് ഫേസ് നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ പ്രതീക്ഷിക്കാവുന്നതാണ്. സെക്കൻഡ് ഫേസ് കഴിഞ്ഞ് ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം അതും പ്രതീക്ഷിക്കാവുന്നതാണ്. തേർഡ് ഫേസും കഴിഞ്ഞ്, അപ്പോൾ തേർഡ് ഫേസിൻ്റെ ഫൈനൽ ആൻസർ കീ പ്ലസ് ഓവറോൾ റിസൾട്ട് എന്ന രീതിയിലായിരിക്കാം നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാവുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ഓവറോൾ റിസൾട്ട് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങുക. കാരണം ജൂലൈയിൽ റിസൾട്ട് വരും, ഓഗസ്റ്റിൽ എക്സാം മെയിൻസ് തുടങ്ങും. അപ്പോൾ റിസൾട്ട് വന്ന് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു ധാരണയാണെങ്കിൽ തീർച്ചയായും അതൊരു വല്ലാത്ത രീതിയിലൊരു മണ്ടത്തരമായി മാറും. കാരണം നിങ്ങൾക്ക് അത്രയും കുറഞ്ഞ സമയം മാത്രമേ ലഭ്യമാകുള്ളൂ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. അതുകൊണ്ട് എറൗണ്ട് ഞാൻ ഈ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി ഏകദേശം എത്ര മാർക്ക് മുതലുള്ളവർക്ക് മെയിൻസ് തയ്യാറെടുക്കാമെന്ന രീതിയെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ആ വീഡിയോ കാണുക. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ, നിലവിലെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ തയ്യാറെടുപ്പായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അതിൻ്റെ ഒരു പാസീവ് ഒരു ആക്ടിവിറ്റി എന്ന രീതിയിൽ റിസൾട്ട് അറിയുന്നു, പിന്നെയും മെയിൻസിനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഇറ്റ്സ് ബൈ ഫ്രം നോൺ സ്റ്റോപ്പ് PSC. താങ്ക് യു ഓൾ.